നമസ്കാരം. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയിരുന്ന സുരക്ഷാ തകർച്ചയ്ക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച ലോകം സാക്ഷ്യം വഹിച്ചത്. 3 പതിറ്റാണ്ടിലേറെക്കാലം ഇറാൻ്റെ അമരത്തിരുന്ന പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സംയുക്തമായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. കേവലം ഒരു സൈനിക നീക്കമെന്നതിലുമുപരി അത്യാധുനിക സാങ്കേതിക വിദ്യയും വർഷങ്ങൾ നീണ്ട നിരീക്ഷണവും സമന്വയിപ്പിച്ച ഒരു ഇൻ്റലിജൻസ് അട്ടിമറിയായിരുന്നു ഈ ദൗത്യം. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള ഖമനേയിയുടെ വസതി ലക്ഷ്യമിട്ട് നടന്ന ഈ ആക്രമണം ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ പാടെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു. ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിനായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അവലംബിച്ച രീതികൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ടെഹ്റാനിലെ ഗതാഗത നിയന്ത്രണത്തിനും പ്രതിഷേധക്കാരെ നിരീക്ഷിക്കാനുമായി ഇറാൻ സ്ഥാപിച്ച വ്യാപകമായ CCTV ക്യാമറ ശൃംഖലയെ ഇസ്രായേൽ ഹാക്ക് ചെയ്ത് സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ എന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സുരക്ഷാ കോട്ടകൾക്കുള്ളിൽ മൊസാദ് എത്രത്തോളം ആഴത്തിൽ വേരൂന്നിരിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരുന്നു. മൊസാദിൻ്റെ ഏജന്റുമാരെ പിടികൂടാൻ ഇറാൻ നിയോഗിച്ച സംഘത്തിൻ്റെ തലവൻ തന്നെ ഒരു മൊസാദ് ചാരനായിരുന്നു. ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സംഭവിച്ച ഈ വമ്പൻ സുരക്ഷാ വീഴ്ച കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല എന്നും അത് ഭരണകൂടത്തിൻ്റെ ഉന്നത തലങ്ങളിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായിരുന്നു. അതിനുള്ള വിലയാണ് ഇറാന് ഇപ്പോൾ നൽകേണ്ടി വരുന്നത്. ആ സംഘത്തലവനോടൊപ്പം തന്നെ മറ്റ് 20ഓളം ഏജന്റുമാരും ഇറാനെ വഞ്ചിച്ച് അന്ന് ഇസ്രയേലിന് നിർണായകമായ വിവരങ്ങൾ കൈമാറി. ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായ രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നതിലും ശാസ്ത്രജ്ഞരെ വധിക്കുന്നതിലും ഈ ഇരട്ട ഏജന്റുമാർ വലിയ പങ്ക് വഹിച്ചു. 2018 ഇറാനിലെ ആണവ രേഖകൾ മോഷ്ടിച്ച് ഇസ്രയേലിൽ എത്തിച്ച സംഭവം ഇതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. ഈ രേഖകളാണ് പിന്നീട് ഇന്ന് കാണുന്ന സംഘർഷത്തിൻ്റെ പ്രാഥമികമായ കാരണമായി മാറുന്നത് പോലും. 2021ഓടെയാണ് ഈ സംഘത്തലവൻ ഇരട്ട ഏജന്റാണെന്ന വിവരം ഇറാൻ തിരിച്ചറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും അയാളും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചാരന്മാരും ഇറാൻ വിട്ട് ഇസ്രയേലിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. ഇറാൻ്റെ സുരക്ഷാ ഏജൻസിക്കുള്ളിലെ ഇസ്രയേൽ സാന്നിധ്യം നേരത്തെയും പല ഉന്നത ഉദ്യോഗസ്ഥരും സൂചിപ്പിച്ചിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് ഹസൻ റൂഹാനിയുടെ ഉപദേശകനായിരുന്ന മന്ത്രി പോലും ഇസ്രയേൽ ചാരസംഘടനയുടെ സ്വാധീനം മൂലം ഇറാനിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും തങ്ങളുടെ ജീവൻ്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ട അവസ്ഥയിലാണെന്ന് തുറന്ന് സമ്മതിച്ചിരുന്നു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയെ ബെയ്റൂട്ടിലെ ബങ്കറിൽ വെച്ച് ഇസ്രയേൽ വധിച്ചതിന് പിന്നിലും ഒരു ഇറാനിയൻ ചാരൻ നൽകിയ വിവരമുണ്ടായിരുന്നു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയ ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൊല്ലപ്പെട്ടതും ഇറാൻ്റെ സുരക്ഷാ വീഴ്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെ നിരവധി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെയും സൈനിക ഉദ്യോഗസ്ഥരെയും ഇറാൻ അറസ്റ്റ് ചെയ്തു എങ്കിലും മൊസാദിൻ്റെ കടന്നുകയറ്റം പൂർണ്ണമായും തടയുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങളും സ്ഫോടനങ്ങളും ഇറാൻ്റെ മണ്ണിൽ ആവർത്തിക്കുന്നത് ഭരണകൂടത്തിന് വലിയ തലവേദന പിന്നീട് സൃഷ്ടിച്ചു. ശത്രുവിനെ തുരത്തുവാൻ നിയോഗിക്കപ്പെട്ടവർ തന്നെ ശത്രുവിൻ്റെ ചാരന്മാരായി മാറുമ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഗൗരവകരമായ വെല്ലുവിളിയായി മാറുന്നു. ഇറാൻ്റെ സുരക്ഷാ രഹസ്യങ്ങൾ ഇസ്രായേലിൻ്റെ കൈകളിൽ എത്തിയതിൻ്റെ തുടർച്ചയാണ് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് നാം കരുതിയിരുന്ന സുരക്ഷാ തകർച്ച. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.